AIYF ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം പുനലൂർ രാജരോഹിണി ഹാളിൽ സജ്ജമാക്കിയ എൻ വേലപ്പൻ നഗറിൽ CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഭരിക്കുന്നവർ കുത്തക മുതലാളിമാരുടെ കമ്മീഷൻ ഏജന്റുമാരായി മാറിയിരിക്കുകയാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണാധികാരികൾ, ഇന്ത്യ ഭരിക്കുന്നവർ കേന്ദ്ര ഭരണാധികാരികൾ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരുടെ കമ്മീഷൻ ഏജന്റുമാരായി മാറുന്നു. അതാണ് ഇന്ത്യയുടെ ദുര്യോഗം. ലോകമെങ്ങും രാഷ്ട്രീയത്തിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയാനാവാത്ത സാഹചര്യമാണുള്ളത്. BJPയും കോൺഗ്രസും നയത്തിന്റെ കാര്യത്തിൽ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. കേരളത്തിൽ താമര വിരിയിക്കാൻ അവസരമൊരുക്കുന്നത് കോൺഗ്രസാണ്. BJPയുടെ പുതിയ ബാധയാണ് VHP. സവർണാധിപത്യം തിരിച്ചുകൊണ്ടുവരാനാണ് VHPയുടെ ശ്രമം. NSSും SNDPയും കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമുള്ളവരാണ്. അവർ പലതും ചെയ്തിട്ടുണ്ട്. അതേസമയം മതന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കുകളായിരിക്കുകയാണെന്നും സാമുദായിക സംഘടനകളെ ചവിട്ടുപടിയാക്കിയാണ് UDF കേരളം ഭരിക്കുന്നതെന്നും പന്ന്യൻ പറഞ്ഞു. സമുദായ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും വേർതിരിക്കുന്ന ഒരു ലക്ഷ്മണരേഖയുണ്ടെന്ന് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. AIYF ജില്ലാ പ്രസിഡന്റ് T. സുനിൽകുമാർ അധ്യക്ഷനായി. CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദ് സ്വാഗതം പറഞ്ഞു. CPI അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KR ചന്ദ്രമോഹൻ, ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സാം K. ഡാനിയൽ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS സുപാൽ, AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് R. സജിലാൽ, പുനലൂർ മണ്ഡലം സെക്രട്ടറി VS പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടനാ വിരുദ്ധ നിലപാട് സ്വീകരിച്ച് ഗണേഷ് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലയിൽ വ്യാപകമാകുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പാരമ്പര്യ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ച് കുടിവെള്ള വിതരണം ത്വരിതപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.